കൊട്ടേഷൻ തന്നാൽ പോലും പേടിക്കത്തില്ല. കൊട്ടേഷൻ എനിക്ക് കൊട്ടേഷൻ അങ്ങനെ തരേണ്ട ആൾക്കാരില്ല. പിന്നെ ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയൊക്കെ. അതുകൊണ്ട് നമുക്ക് വിഷമങ്ങളൊന്നും ഇല്ലാത്ത ആളാ. എല്ലാവരും എൻ്റെ പ്രേക്ഷകർ വരെ എൻ്റെ സ്വഭാവമുള്ള ആൾക്കാരാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരന്മാർ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാൻ പറയുന്ന പോലെ പറയുന്ന ആൾക്കാരാ. അന്ന് നോക്കടാ പണി എന്ന് പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മണിച്ചേട്ടൻ ഈ കൊട്ടേഷൻ പശ്ചാത്തലത്തിൽ അഭിനയിച്ചൊരു സിനിമയിലാണ്. കൊട്ടേഷൻ പശ്ചാത്തലത്തിൽ ഇപ്പം നമ്മൾ മൂഴിക്കണ്ടം ബാസി, അത് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ പടമാണ്. പക്ഷെ ഒരു കൊട്ടേഷൻ പടമാണെങ്കിലും അതിലൊരു നന്മയുടെ ഒരു വശം കിടപ്പുണ്ടാവും. ആ പൈസ കിട്ടുന്ന ഇവിടെ ഒരുവിധപ്പെട്ട കൊട്ടേഷൻ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് ഞാൻ പറയല്ലേ. മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ ഗുണ്ടകൾ എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കര തടിയും ഇതൊക്കെ വെച്ച് കിടക്കണം. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ കൊട്ടേഷൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നന്മയും അതിനകത്ത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും കൂടി ചിന്തിച്ച് നോക്കിയായിരുന്നെങ്കിൽ അവരായിരിക്കും ഏറ്റവും നല്ല ആൾക്കാരെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു സഹായം ചെയ്യാനുള്ള സന്മനസ് അവരുടെ മനസ്സിൽ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. ഞാൻ ഈ അടുത്ത് ജയിലിലൊരു പരിപാടിക്ക് പോയപ്പം അവിടെ എത്രയോ കൊലപാതകം ചെയ്ത ആൾക്കാർ വരെ രഞ്ജിത്ത് അതിനകത്ത് കിടക്കണേ. ആ ആള് ഒരു എത്രയോ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്ത കുറേ ആൾക്കാർ, അവരെ നമ്മൾ കാണുമ്പോൾ ജയിലിനകത്ത് പോയി കാണുമ്പോൾ നമുക്ക് പേടി തോന്നാം. പക്ഷെ എനിക്ക് പേടിയല്ല തോന്നിയ. എനിക്ക് അവരെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മിമിക്രിയും പാട്ടുകളും ഒക്കെ ഞാൻ പാടിയ. അവർ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒന്ന് ചിരിക്കായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ നമ്മൾ മൂത്രമൊഴിക്കും. അവരുടെ മുമ്പിലാണോ ഇരുന്നതെന്ന് പറഞ്ഞിട്ട്. അതെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മുഖമൊക്കെ കണ്ടാൽ എന്നെ അറിയാം. എന്നിട്ട് അതിനകത്തൊരാൾ എന്നെ പറ്റി കവിത എഴുതി. ആ കവിത കേൾക്കേണ്ടതാണ്. കലാകാരന്മാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. കൊലാകാരന്മാർ മാത്രമല്ല, അവിടെയും നല്ല മനുഷ്യന്മാരുണ്ട്. ഒരിക്കലും നമ്മള് സ്റ്റാമ്പ് അടിച്ചു വിടല്ലേ, ഇവങ്ങനെ അങ്ങനെ പോയാൽ പിന്നെ അങ്ങനെ തന്നെ പോവുള്ളൂ. ഒന്നും ഉപദേശിക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നാവും. ഇപ്പൊ രഞ്ജിത്ത് പറയുന്നത് മണിച്ചേട്ടനും ഉപദേശിക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും നന്നായാനെ എന്നായിരിക്കും. അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കൊട്ടേഷനായിട്ട് അഭിനയിച്ച ഇന്ദ്രജിത്തിലെ മൂഴിക്കണ്ടം ബാസി, ആ മൂഴിക്കണ്ടം ബാസി ഒരു സീനുണ്ട്. സ്വന്തം തന്ത തന്നെ വരുമ്പോഴും കത്തിയെടുത്തിട്ട് കുത്താനമാണ്. അതാ പറഞ്ഞ ഒരു ഗുണ്ട ഊണിലും ഉറക്കത്തിലും ഒരു കത്തി തലയ്ക്കകത്ത് വെച്ചോളാം എന്നാ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങളാരും ഗുണ്ടയാവാനോ തല്ലു പിടിക്കാൻ പോകാനോ വഴക്ക് കൂടാനോ വെട്ടിന് പോകാനോ ബോംബെറിയാനോ പോകാൻ വേണ്ടിയിട്ടല്ല. രഞ്ജിത്ത് ചോദിച്ചതിൻ്റെ പുറകെ നമുക്ക് ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ സ്വന്തം അച്ഛൻ രാജൻ പിദേവ് വരുമ്പോൾ ഒരു വെപ്രാളം കാണിക്കുന്നുണ്ട്. ആ വെപ്രാളത്തിൽ കൂടെയും അതുകൂടാണ്ട് ഇയാൾ ചെയ്യുന്ന നന്മയുണ്ട്.